ഹല്ലേലൂയ. ഞങ്ങളിന്ന് അരുണാചൽ പ്രദേശിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് ഇവരുടെ കൂടെ കരോളായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. Jadinya. യേശുവിൻ്റെ ജനനം, ഈശോയുടെ ജനനം ദോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനമാണ്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും സമാധാനവും നൽകുന്ന ഈശോ ആണ്. ആ ഈശോയുടെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുന്ന ലോകം മുഴുവനും യേശുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ആഗമനത്തെ ആഘോഷിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ ഞങ്ങൾ കരോള് ആഘോഷിക്കുകയാണ്. ഈ ആളുകളോട് കൂടി തന്നെ ഇവരുടെ കൂടെ ഓരോ ഭവനങ്ങൾ കയറും. അവരുടെ ഭവനങ്ങളിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കും. ഈശോ തരുന്ന ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമായിട്ട് നമുക്ക് ആഘോഷിക്കാം. ഈ ക്രിസ്മസ് ദിനം സന്തോഷപ്രദമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ ആ ജനനം വളരെ ലോകത്ത് മുഴുവനും വളരെ മാറ്റങ്ങൾ വരുത്തിയതാണ്. കാരണം സ്നേഹം എന്താണെന്ന്, പ്രത്യാശ എന്താണെന്ന്, സ്വർഗം എന്താണെന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തി രക്ഷകൻ യേശു മാത്രമാണ്. ആ യേശുവിൻ്റെ ആഗമനം, ഈ ആഗമനത്തോടു കൂടി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ ഈ അരുണാചൽ പ്രദേശിൽ ഇവരുടെ കൂടെ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഇവരുടെ കൂടെ ഈ ക്രിസ്മസ് ദിനം ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ അത് വളരെ സന്തോഷത്തിനും സമാധാനത്തിനും ദിനമാണ്. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഇവർ ക്രിസ്മസ് ഇവിടെ പകലാണ് ക്രിസ്മസ് കരോള് ഇറങ്ങുന്നത്. കാരണം ഇവിടെ 4 മണിയാകുമ്പോഴത്തേന് ഇരുട്ടാവുന്നത് കൊണ്ട് ഇവിടെ ലൈറ്റൊന്നും ഇല്ല, കറണ്ടില്ല. അത് കാരണം പകലാണ് ഇവർ ഈ കരോളായിട്ട് ഇറങ്ങുന്നത്. ഈ ക്രിസ്മസ് ഈ അരുണാചൽ പ്രദേശിൽ ഈ ജനങ്ങളോടുകൂടെ ദോഷത്തോടുകൂടി അവർ ഹാർദവമായിട്ട് സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന പാഠം മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും മറ്റുള്ളവരെല്ലാം തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെ കാണുവാനുമാണ്. ക്രിസ്തുമസിൻ്റെ എപ്പോഴുമുള്ള സന്ദേശം ഇതായിരിക്കട്ടെ. ക്രിസ്തുമസിൻ്റെ ആ ചൈതന്യം വർഷങ്ങളോളം നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ ആ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാതെ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ക്രിസ്തുവിൻ്റെ ആ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ആ സന്തോഷം നമ്മൾ അനുഭവിക്കുവാനും ഒക്കെ ആയിട്ടാണ്. ആ സന്തോഷത്തിൽ നമ്മൾ നിലനിൽക്കുകയും കൂടി ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു ക്രിസ്തുമസും നമുക്ക് അർത്ഥമാവുകയുള്ളൂ. ഈ ക്രിസ്തുമസും ഫലവത്തായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
Ayo, zombie. करूर लपू इसका नाम है करूर लपू ये इधर करूर लपंग लिखा है करूर लपंग സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ക്രിസ്മസ് കാലം കൂടി ഈ ഒരു ക്രിസ്മസ് കാലത്തിൽ സാഹോദര്യം പങ്കുവയ്ക്കുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും സഹകരണ മനോഭാവം നമ്മളിലുണ്ടാകുവാനും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്തും ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഇവരുടെ സന്തോഷിച്ച് ഇവരുടെ കൂടെ ആനന്ദിച്ച് നടക്കുമ്പോൾ ഇപ്പോൾ ആയിരിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവരുടെ കൂടെ ഇങ്ങനെ ആടിപ്പാടി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇവരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുമസും നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതാണ്. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതും സഹോദര്യവും സ്നേഹവുമാണ്. എന്നാൽ ഒരു കാര്യം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. യേശുവാണ് ഏകരക്ഷകൻ എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഏത് സാഹചര്യത്തിൽപ്പെട്ടാലും ഏത് ജനതകളുടെ ഇടയിൽപ്പെട്ടാലും യേശു മാത്രമാണ് രക്ഷകൻ. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ആ സ്നേഹം നമ്മൾ സമ്പൂർണ്ണമായിട്ട് അനുഭവിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓരോ മിഷൻ ഗ്രാമങ്ങളിലൂടെയും നടക്കുമ്പോൾ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ അവരുടെ സ്നേഹവും അവരുടെ സന്തോഷവുമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം അവരുടെ അടുത്തേക്ക് ഈ ആളുകളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ ഒരുപാട് ആളുകളൊന്നും ഇല്ലാത്തത് മൂലം തന്നെ ഇവരുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളുമ്പോൾ ഇവർക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്തായ കാര്യം. നമ്മൾ പല സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ നമ്മുടെ ജീവിത പങ്കാളിയുടെ കൂടെ നമ്മുടെ മക്കളുടെ കൂടെയൊക്കെ ഒരുമിച്ചിരിക്കുവാനും സൗഹാർദ്ദം പങ്കിടുവാനുമുള്ള ഒരു ദിവസമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ ക്രിസ്മസ് കാലം ഇനി വരുന്ന ക്രിസ്മസും എല്ലാം വരുന്ന ക്രിസ്മസിലൊക്കെ നമ്മൾ ആരൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പില്ല. അടുത്ത ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മളിൽ എത്ര പേരുണ്ടാവും, നമ്മുടെ കൂടെയുള്ളവർ ആരൊക്കെങ്കിലും ഒക്കെ ഉണ്ടാകുമോ, ഇതൊന്നും നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലം നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നതിലല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നിലനിൽക്കുന്നത്. മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുവാനും ആ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനും എല്ലാത്തിനും മുമ്പ് വിശ്വാസത്തിൽ യേശുവിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും നമുക്ക് ഈ ക്രിസ്മസ് കാലം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.